മലർവാടി ആർട്സ് ക്ലബ്ബിലൂടെ മലയാള സിനിമയിലെത്തിയ നടനാണ് സിജു വിൽസൺ. ആദ്യ സിനിമ മലർവാടിയാണെങ്കിലും പ്രേമത്തിലൂടെയാണ് സിജുവിനെ ഒരു നടൻ എന്ന നിലയിൽ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. എന്നാലിപ്പോൾ താൻ അവസരങ്ങൾ ചോദിച്ചു നടന്ന കാലത്തെ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് താരം. സിജുവിൻ്റെ പുതിയ സിനിമയായ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം അവസരങ്ങൾ ചോദിച്ചു നടന്ന കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. അവസരം ചോദിച്ച് വിളിച്ചപ്പോൾ ഒരു സംവിധായകൻ ചീത്ത വിളിച്ചിരുന്നു എന്ന് സിജു വിൽസൺ അഭിമുഖത്തിൽ പറയുന്നു. കോടികൾ മുടക്കുന്ന സിനിമയിൽ തൻ്റെ മുഖം കാണാനാണോ ജനങ്ങൾ വരുന്നതെന്ന് ആ സംവിധായകൻ ചോദിച്ചു എന്നും സിജു പറയുന്നു. ആ മറുപടി തന്നെ വേദനിപ്പിച്ചെന്നും എന്നാൽ സിനിമയിൽ മുന്നോട്ട് പോകാനുള്ള ഊർജമായിരുന്നു അതെല്ലാമെന്നും അദ്ദേഹം പറഞ്ഞു. സംവിധായകൻ്റെ പേര് സിജു പറഞ്ഞിട്ടില്ല. ജോഷി ഉൾപ്പെടെയുള്ള നിരവധി സംവിധായകരുടെ അടുത്ത് താൻ അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നും സിജു പറയുന്നു. സെവൻസിൻ്റെ സമയത്ത് ജോഷി സാറിൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ച് പോയിട്ടുണ്ട്. ചാൻസ് തെണ്ടി നടക്കുന്ന സമയമായിരുന്നു അത്. അന്ന് പക്ഷേ അവസരം കിട്ടിയില്ല. പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ ലോഞ്ചിന് ജോഷി സാറിൻ്റെ അടുത്താണ് ഞാൻ ഇരുന്നിരുന്നത്. ഞാൻ ചാൻസ് ചോദിച്ച് വന്നിരുന്ന കാര്യം അന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. പക്ഷേ സാർ അത് ഓർക്കുന്നുണ്ടായിരുന്നില്ല. പണ്ട് നടന്ന കാര്യമല്ലേ. വിനയൻ സാറിൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്തിരുന്നു. കണ്ടിട്ടെങ്കിലും എടുക്കട്ടെ എന്ന് കരുതി. നമ്മൾ വിചാരിക്കുന്നത് ഒടുക്കത്തെ ലുക്കാണെന്നല്ലേ. ഇങ്ങനെ ഒരുപാട് പേരുടെ അടുത്ത് അവസരം ചോദിച്ചിട്ടുണ്ട്. ഒരാൾ ചീത്ത വിളിച്ചിട്ടുമുണ്ട്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അറിയപ്പെടുന്ന സംവിധായകനാണ്. ഒരു സുഹൃത്തിൻ്റെ റെഫറൻസിലാണ് അദ്ദേഹത്തെ പോയി കണ്ടത്. കുറേ നേരം കാത്തു നിന്നിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. ഞാൻ ഫോട്ടോകളും മറ്റുമെല്ലാം കൊടുത്തു. അദ്ദേഹം വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. കുറേ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ വിളിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ കാര്യങ്ങൾ എന്തായി എന്നറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ച് താൻ ആരെന്നാണ് തൻ്റെ വിചാരം എന്ന രീതിയിൽ ഇങ്ങോട്ട് ചീത്ത വിളിച്ചു തുടങ്ങി. ഞാൻ കുറച്ചുനേരം കേട്ടുനിന്നു. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന സിനിമയിൽ നിന്റെ മുഖം കാണാനാണോ ആളുകൾ വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അന്ന് ചെറിയ സങ്കടമൊക്കെ തോന്നിയിരുന്നു. വേറൊന്നും പ്രതീക്ഷിച്ചില്ല. ഓഡീഷൻ വല്ലതും നടക്കുന്നുണ്ടോ എന്നറിയാനാണ് ഞാൻ വിളിച്ചിരുന്നത്. വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും എൻ്റെ കോൾ വന്നിട്ടുണ്ടാവുക. പക്ഷേ അതൊക്കെ സിനിമയുമായി മുന്നോട്ട് പോകാനുള്ള ഊർജമായിരുന്നു, സിജു വിൽസൺ പറഞ്ഞു.